സാധാരണയായി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന അവസാന നിമിഷമാണ്. അതിന് അവസാനം വരെ തർക്കവും വഴക്കും ഒരുപാട് ബഹളങ്ങളൊക്കെ ഉണ്ടായി. സ്ഥാനാർത്ഥികൾ ആദ്യം പറയും, പിന്നെ മാറും. പത്രത്തിൽ വരുന്നൊരു വാർത്ത ഒന്നായിരിക്കും, ചാനലിൽ വരുന്ന ഒന്നായിരിക്കും, പിന്നെ അവസാനം സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന വേറെ ആളായിരിക്കും. ചിലപ്പോൾ മത്സരത്തിന് തുടങ്ങിയതിന് ശേഷം സ്ഥാനാർത്ഥി മാറും. അങ്ങനെ വലിയ സംഘർഷമുണ്ടാകുന്ന, ആത്മസംഘർഷവും ബാഹ്യസമ്മർദ്ദവും ഭാഗ്യസംഘർഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ലിസ്റ്റാണ് പലപ്പോഴും കോൺഗ്രസ് പല കാലങ്ങളിൽ മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് അങ്ങനെ പറ്റിയിട്ടുള്ളൂ. കാരണം പിന്നെ ആരോ പറഞ്ഞതുപോലെ അവരുടെ തന്നെ നേതാക്കൾ പറഞ്ഞൊരു ജംബോ കമ്മിറ്റിയാണ്, വലിയ ജംബോ പാർട്ടിയാണ്, വളരെ ഒരുപാട് ജനാധിപത്യ വിശ്വാസികളും എല്ലാ ജാതി മത വർഗ്ഗ വർണ്ണ പരിഗണനയും എല്ലാം കൊടുക്കുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ വലിയ ജനാധിപത്യം ഉള്ളതുകൊണ്ട് ഇങ്ങനെ തർക്കം വരും, എല്ലാവർക്കും സ്ഥാനാർത്ഥിയാവണം. പക്ഷെ അതിനെല്ലാം വിരാമമിട്ടുകൊണ്ട് ഇപ്രാവശ്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് 100 വാർഡിൽ ഉള്ളതിൽ 48 വാർഡുകളിലും പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് ഒരു പടിയല്ല 100 പടി മുന്നിലേക്ക് പോയിട്ടുണ്ട്. അതിൽ വേറെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിരവധി 30 വർഷമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ്, കാരണം ഇപ്പോൾ BJP കൂടെ ഉണ്ട്, ഇപ്പോൾ 2 പ്രതിപക്ഷമുണ്ട്. കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ജോൺസൺ എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോൾ വീണ്ടും മത്സരിക്കുന്നുണ്ട്. വാർഡ് മാറിയാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിനെ അല്ല മേയർ സ്ഥാനാർത്ഥിയായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ശബരിനാഥിനെയാണ്, KS ശബരിനാഥിനെയാണ് മേയർ സ്ഥാനാർത്ഥിയായി ലോഞ്ച്. അതിലും ഒരു കൗതുകമുണ്ട്. ഒരു സെലിബ്രിറ്റി മോഡലുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണല്ലോ ഈ KS ശബരിനാഥ്. അതിനകത്ത് ഈ ഒരു അങ്ങനെയുള്ളൊരു നേതാവാണ്, സാധാരണ ഒരു ശരാശരി രാഷ്ട്രീയക്കാരനല്ല. അങ്ങനെ KS ശബരിനാഥ് പിന്നെ ഇടക്കാല തെരഞ്ഞെടുപ്പിലും ബൈ ഇലക്ഷനിലും അരുവിക്കരയിൽ ഉണ്ടായിരുന്നു. കാർത്തികേയൻ സാറിൻ്റെ അവിടുത്തെ ബൈ ഇലക്ഷനിലും കാർത്തികേയൻ സാറിൻ്റെ മകനാണ് മുൻ സ്പീക്കർ. അദ്ദേഹം കോൺഗ്രസിൻ്റെ വലിയ നേതാവിൻ്റെ മകനാണ്. അദ്ദേഹം ബോംബെയിൽ പിന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ MBA ഒക്കെ പാസ്സായി അവിടെ CSR പ്രോജക്റ്റൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം വന്നു, അദ്ദേഹം മത്സരിച്ചു. ആദ്യത്തെ തവണ തന്നെ അരുവിക്കര ജയിച്ചു. രണ്ടാമത് MLA ആയി. പക്ഷേ പിന്നെ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വലിയ കുത്തൊഴുക്കിൽ അവിടെ സ്റ്റീഫനും നല്ല സ്ഥാനാർത്ഥിയാണ്. കട്ടാക്കട പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ നിരവധി വർഷമായിരുന്നു, പഞ്ചായത്ത് മെമ്പറായിരുന്നു. വലിയ ജനപിന്തുണയുള്ള ആളാണ് ഈ സ്റ്റീഫൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ തോറ്റുപോയി. അതിനുശേഷം തിരുവനന്തപുരത്താണ് കൂടുതലും ശബരിനാഥ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇവിടെ വട്ടിയൂർക്കാവിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ സ്ഥാനാർത്ഥിയാകുമെന്നൊക്കെയാണ് വിചാരം. പക്ഷേ വട്ടിയൂർക്കാവിൽ K മുരളീധരൻ ഇങ്ങ് വന്ന സാഹചര്യത്തിൽ ശബരിനാഥ് മേയർ സ്ഥാനാർത്ഥിയായി മാറിയിട്ടുണ്ട്. അദ്ദേഹം താമസിക്കുന്നത് ശാസ്തമംഗലം വാർഡിലാണ്, പക്ഷേ കവടിയാർ വാർഡിലാണ് മത്സരിക്കുന്നത്. കവടിയാർ വാർഡിൻ്റെ ഒരു പ്രത്യേകത, അവിടെ എപ്പോഴും പിന്നെ കുറച്ചുകൂടി എലൈറ്റായിട്ടുള്ള ആളുകൾ, എലൈറ്റ് മീൻസ് ഞാൻ മറ്റുള്ളവർ മോശമാണെന്നുള്ളതല്ല, സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സർക്കാർ ജോലിയിലൊക്കെ ഉയർന്ന ജോലികളിൽ പദവികളിലിരിക്കുന്ന ആളുകൾ താമസിക്കുന്ന ഒരു വാർഡാണ് കവടിയാർ വാർഡ്. അപ്പോൾ രാജകൊട്ടാരമൊക്കെ ഇരിക്കുന്നൊരു വാർഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വാർഡിൽ നിന്നാൽ അവിടെ രാഷ്ട്രീയത്തിനതീതമായി ശബരിനാഥിന് സ്വാധീനിക്കാൻ പറ്റും ജനങ്ങളെ എന്നുള്ളൊരു ചിന്തയിൽ ഇപ്പോൾ ദിവ്യ എസ് അയ്യരുടെ ഭർത്താവാണ്, അവർ കളക്ടറായിരുന്നു ഇവിടെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഈ ശബരിനാഥിന് അനുകൂലമായ ഘടകങ്ങളുണ്ട്. അത് വെച്ചുകൊണ്ട് ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായി പ്ലോട്ട് ചെയ്തുകൊണ്ടാണ് 48 സീറ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ 84 85 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ബാക്കി ഘടകകക്ഷികളാണ് മത്സരിക്കുന്നത്. അതിനിപ്പോൾ വരുന്ന അടുത്ത ദിവസങ്ങൾ പ്രഖ്യാപിക്കും. K മുരളീധരനാണ് ഇവിടുത്തെ ഇലക്ഷൻ മാനേജർ കോർപ്പറേഷനിൽ. അത് അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചു. അതിനകത്തൊരു ചെറിയ കരട് വന്നത്, ഇദ്ദേഹം ഇവിടെ ഈ ശബരിനാഥിൻ്റെ പേര് അനൗൺസ് ചെയ്തപ്പോൾ KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് വടക്ക് നിന്നുകൊണ്ട് പറഞ്ഞു, അതൊക്കെ ലോക്കൽ ഇഷ്യൂ അല്ലേ, അവർ നോക്കിയോളൂ. അത് ശരിയായില്ല, അത് ഓണപ്പിയണമായിരുന്നു. ഒന്നുകിൽ അദ്ദേഹമായിട്ട് സംസാരിച്ചോ മുരളീധരൻ എന്നറിയില്ല. ഇനി സംസാരിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം അത് ഞങ്ങളുടെ പാർട്ടിയല്ലേ, തിരുവനന്തപുരം യൂണിറ്റ് അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണല്ലോ തീരുമാനിക്കണമെന്ന് പറയുന്നതിന് പകരം അതൊരു ലോക്കൽ ഇഷ്യൂ അല്ലേ എന്നൊക്കെ പറഞ്ഞ് വളരെ ലോക്കലായി സംസാരിച്ചു കഴിഞ്ഞു. അത് ശരിയായില്ല എന്നുള്ളതൊരു അഭിപ്രായം നമുക്കുണ്ട്. പക്ഷേ എന്തായാലും 48 സ്ഥാനാർത്ഥികളെ വെച്ചു. അതിനകത്ത് KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള വൈഷ്ണ എന്ന് പറയുന്ന 24 വയസ്സുള്ള പെൺകുട്ടി, അവർ ടെക്നോ പാർക്കിൽ എന്തോ ചെറിയ ജോലി ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അക്കാഡമിയിൽ ലാക്ക് പഠിക്കുന്നുണ്ട്. പിന്നെ അവർ വിമൻസ് കോളേജിൽ ചെയർപേഴ്സണായി മത്സരിച്ച് ജയിച്ചു എന്ന് തോന്നുന്നില്ല, എന്തായാലും മത്സരിച്ചിരുന്നു. അതിൻ്റെ വിശദാംശം അറിയില്ല. എന്തായാലും അവർ കാൻഡിഡേറ്റ് ആയിരുന്നു. അവർ 24 വയസ്സുകാരിയാണ്. ആ 24 വയസ്സുകാരി മുതൽ 30 വർഷം കോർപ്പറേഷനിലെ കൗൺസിലറായിരുന്ന ജോൺസൺ വരെയുള്ള, ഏറ്റവും സീനിയറായിട്ടുള്ള ജോൺസൺ വരെയുള്ള വലിയ ഒരു ടീമിനെയാണ് ഇറക്കിയിരിക്കുന്നത്. 48. പിന്നെ അതുപോലെ തന്നെ ആശാസമരത്തിൽ മുടിമുറിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു വനിത, കാച്ചാണി വാർഡിൽ നിന്ന്, സംവരണ വാർഡിൽ നിന്ന് ആശാ വർക്കറാണ്. അവർ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ധാരാളം വനിതകളെ വനിതാ വാർഡിൽ വനിതകളുണ്ട്. ജനറൽ വാർഡിലും വനിതകളെ ഇറക്കിയിട്ടുള്ള പരീക്ഷണമാണ് നടന്നിരിക്കുന്നത്. കാര്യം മുട്ടട എന്ന് പറയുന്ന വാർഡിലാണ് വൈഷ്ണവ് വന്നിട്ടുള്ളത്. മുട്ടട വാർഡ് ജനറൽ വാർഡാണ്. അപ്പോൾ ജനറൽ വാർഡിലും
ഇത് വന്നിട്ടുണ്ട്. പക്ഷേ മുട്ടട വാർഡിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഈ പിന്നെ ഉണ്ടായിരുന്ന കൗൺസിലർ മരിച്ചു പോയതുകൊണ്ട് പെട്ടെന്ന് പിന്നെ അധികം ആകാതെ മരിച്ചു പോയ സമയത്ത് മറ്റൊരാൾ, വേറൊരു അജിത്ത് എന്ന് പറയും, മുട്ടട അജിത്ത് എന്ന് പറയുന്ന മറ്റൊരാളാണ് ഇപ്പോൾ CPM-ൻ്റെ കൗൺസിലർ, നിലവിലെ കൗൺസിലർ. അത് കുറച്ചു കാലം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പക്ഷേ അത് റിസർവേഷൻ വാർഡായിരുന്നു. ഇപ്പോൾ റിസർവേഷൻ മാറി. അതുകൊണ്ട് മുട്ടട അജിത്തിന് തന്നെ വീണ്ടും കൊടുക്കുമോ എന്നറിയില്ല. അങ്ങനെയാണ്. പക്ഷേ ജനറൽ വാർഡിലേക്ക് കൊടുക്കണം, അതറിയില്ല. അത് CPM ആണ് തീരുമാനിക്കുന്നത്. തന്നെ BJP-യുടെ കാൻഡിഡേറ്റ് ആണെന്ന് അവിടെ അറിയത്തില്ല. എന്തായാലും കോൺഗ്രസ് 48 സീറ്റുകളിലേക്ക്, അത് പേരൂർക്കട, അമ്പലമുക്ക്, കിണവൂർ തുടങ്ങി ഉള്ളൂർ, നാലാഞ്ചിറ, പട്ടം, കേശവദാസപുരം, മുട്ടട, അമ്പലമുക്ക്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പറ്റാവുന്ന വാർഡ്, പിന്നെ ശാസ്തമംഗലം, കവടിയാറ്, കാച്ചാണി, വട്ടിയൂർക്കാവ്, ഇങ്ങനെ 48 സ്ഥലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ബഹുദൂരം അതിവേഗം അവർ മുന്നിലെത്തിക്കഴിഞ്ഞു. ഇതിനകത്തുള്ളൊരു നല്ല രസമെന്ന് പറയുന്നത്, ഈ ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ ഒരു വഴക്കും ബഹളമൊന്നും ഇല്ലാത്ത സ്ഥാനാർത്ഥികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് 84 86 ആണെങ്കിൽ 86 ആണെങ്കിൽ 48 പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഇനി 38ഓളം അവർ പ്രഖ്യാപിക്കണം. അത് വരുന്ന അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. മാത്രമല്ല, ഇന്ന് മുതൽ കെ മുരളീധരൻ്റെ വാഹന പ്രചരണ ജാഥ തിരുവനന്തപുരത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മുരളീധരൻ വളരെ സ്ട്രോങ് ആയിട്ട് കെ മുരളീധരൻ രംഗത്തുണ്ട്. തിരുവനന്തപുരവും കൊണ്ടേ പോകൂ എന്നുള്ളതാണ്. ഇനി ഇതിനെ കവച്ചു വയ്ക്കാനുള്ള അടുത്ത പണി വരാൻ കിടക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ആണെനിക്കും മിക്കവാറും തിരുവനന്തപുരം BJP കോർപ്പറേഷൻ്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ മാനേജർ എന്ന്, അതോ ഇനി വി മുരളീധരനെയോ ശോഭാ സുരേന്ദ്രനെയോ ഇറക്കുമോ, അത് S സുരേഷിനായിരിക്കുമോ, കാരണം അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ അതോ VV രാജേഷ് മത്സരിക്കുന്നില്ലെങ്കിൽ, VV രാജേഷ് മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന വൃന്ദങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന് അസംബ്ലിയിൽ മത്സരിക്കാനാണ് താല്പര്യം, അദ്ദേഹം കോർപ്പറേഷനിൽ മത്സരിക്കുന്നില്ല. അപ്പോൾ ആരാണ് പിന്നെ BJP-യുടെ ശബരിനാഥിനെ പിടിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി എന്നുള്ളത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ദീപക് ഉണ്ട്, ചെറുപ്പക്കാരനാണ്. സുന്ദർ ഉണ്ട്, അതും ചെറുപ്പക്കാരനാണ്. വഞ്ചിയൂർ ബാബു ഉണ്ട്. അങ്ങനെ അവരെല്ലാം ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ്. ഇവരെ മുൻനിർത്തി ആയിരിക്കുമോ CPM പോകുന്നത്, അതോ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പുതിയ ആളുകളെ, പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പുതിയ ആരെയെങ്കിലും CPM കണ്ടെത്തി വരുമോ എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അറിയേണ്ടതുണ്ട്. എന്തായാലും വളരെ നല്ല രസകരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചിത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കോൺഗ്രസ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഈ പറയുന്ന മൊമെൻറ്റിൽ കോൺഗ്രസ് വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത് അവർക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമോ എന്നറിയില്ല. പക്ഷേ കോൺഗ്രസിനുണ്ടാകുന്ന ഏതൊരു ക്ഷീണവും BJP ആണ് കഴിഞ്ഞ 2 പ്രാവശ്യവുമായും അവർ 6 സീറ്റിൽ നിന്ന് BJP, ആദ്യം ഒരു അശോക് കുമാർ മാത്രം ഉണ്ടായിരുന്നത് പാൽക്കുളങ്ങര, 1-ൽ നിന്ന് അവർ 6ആയി, 6-ൽ നിന്ന് അവർ 35-ലേക്ക് പോയി. അത് 51-ലേക്ക് പോയാൽ BJP ഭരണം കൊണ്ടുപോകും. അങ്ങനെ BJP-യെയും CPM-നെയും വെട്ടിക്കൊണ്ട് 51 സീറ്റ് പിടിക്കാനുള്ള കപ്പാസിറ്റി കോൺഗ്രസിനുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. അതോ CPM ഈ ഇപ്പോൾ ഉള്ള സീറ്റുകൾ നിലനിർത്തിയാൽ തന്നെ അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും ഇടതുപക്ഷത്തിന്. അപ്പോൾ ഇടതുപക്ഷമാണോ, NDA ആണോ, കോൺഗ്രസ് ആണോ എന്ന് ഇവിടെ വരിക എന്നുള്ളത് വളരെ ഗൗരവമായി നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും 2, 4 തീയതിയോ 5 തീയതിയോ ഇത് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ സാധ്യത ഈ ആഴ്ച തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ തന്നെ കോൺഗ്രസ് അതിൻ്റെ വലിയ രൂപത്തിലാണ് ഇലക്ഷൻ ക്യാമ്പയിൻ ആരംഭിച്ച് തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും അത് അതൊരു ഹാറ്റ്സ് ഓഫ് ആണ്, അവർക്കൊരു പൊൻകിരീടമാണ്. ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. വലിയ വിവാദങ്ങളില്ലാതെ ചെറിയ പ്രായത്തിലുള്ള വനിത മുതൽ 24 വയസ്സുകാരിയ വനിത മുതൽ ഏറ്റവും സീനിയറായിട്ടുള്ള ആളുകളെയും അനുഭവ സമ്പത്തുള്ളവരെയും വളരെ പ്രഗത്ഭമായിട്ടുള്ളൊരു സെലിബ്രിറ്റി ലിസ്റ്റ് തന്നെയാണ് അവർ പുറത്തിപ്പോൾ വിട്ടിരിക്കുന്നത്.